ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വയനാട്ടിൽ നമ്മളെ ഫൈനൽ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ മുബിക്കാൻ്റെ മാമൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല ചിക്കൻ കറിയും മീൻ കറിയും പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ണടച്ചോ? ഇവിടെ യുദ്ധാണ്. കണ്ണടക്കോള് കണ്ണടക്ക് ഒന്നും കൂടി മെല്ലെ മെല്ലെ ഇങ്ങനെ അടക്കും, ഇങ്ങനെ ഇങ്ങനെ ബാലിട്ടെടുത്താ ഞാനോ എനിക്ക് പിന്നെ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് ഈ പെൺകുട്ടികൾ ഒരുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് മാളൂട്ടീൻ്റെ കസിൻ ഗ്യാങ്ങിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മുബിക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടെ കയറിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ബത്തേരിക്കാണ് പോകുന്നത്. അങ്ങനെ പറയുന്നല്ലേ. വെൽക്കം ടു Asapi's vlog. അപ്പം ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് ബത്തേരിയിലെ വിൽട്ടൺ ഹോട്ടലിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് പലർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും. കാരണം ഇവിടെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു വട്ടെങ്കിലും വിൽട്ടണിൽ പോവാത്ത ആരും ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ ഫുഡാണെങ്കിലും കസ്റ്റമർ സർവീസ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ മെനു ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാളൂട്ടിക്ക് കിഡ്സിൻ്റെ മെനു കാർഡ് കൊണ്ടു കൊടുത്തപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം അവൾക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ സെപ്പറേറ്റ് കുട്ടികളുടെ മെനു കാർഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി ഓർഡർ ചെയ്യാനൊക്കെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് കൊണ്ട് തന്നു അവർ. പിന്നെ ഞങ്ങളെ കൂടെ മുബിക്കാൻ്റെ ഫ്രണ്ടും വൈഫും എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കായിട്ടുള്ള മെനു സെറ്റ് ചെയ്തത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും അത് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സ്പെഷ്യൽ ഐറ്റംസും എത്തിയിട്ടോ. ഞങ്ങൾക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് കടൽക്കാറ്റാണ്. കടൽക്കാറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഫുൾ സീ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഇപ്പോൾ കാണുന്നത് നിങ്ങൾ വിചാരിക്കും ഉപ്പേരികളൊക്കെയാണെന്ന്, പക്ഷേ എല്ലാം ഫിഷ് ഐറ്റംസ് ആണ്. ഓരോ ടൈപ്പ് ഫിഷ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. പിന്നെ ചട്ടിച്ചോറും ഉണ്ടായിരുന്നു, കല്യാണച്ചോറും ഉണ്ടായിരുന്നു. കല്യാണച്ചോറിൽ ഗീ റൈസാണ് വരുന്നത്. പിന്നെ നോർമൽ ചട്ടിച്ചോറിൽ സാധാരണ റൈസുമാണ് വരുന്നത്. പിന്നെ കറി ഐറ്റംസ് ആണ് അതിൽ മെയിൻ. കറി എന്ന് പറയുമ്പോൾ ചിക്കൻ ഉണ്ട്, ഫ്രൈഡ് ആയിട്ടുള്ളത് കൊണ്ട് കറി ഐറ്റംസും ഉണ്ട്. അതിൽ ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ വെജ് ആയിട്ടുള്ള കറിയും ഉണ്ട്, ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതുപോലെ കല്യാണച്ചോറിലാണെങ്കിലും ചിക്കനും ബീഫൊക്കെ വരുന്നുണ്ട്. വേണോ? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും ഐസ്ക്രീം വന്നു. അപ്പോൾ ഐസ്ക്രീമും കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാളൂസിന് ബേബീനെ മടിയിൽ വെക്കണം എന്നുണ്ട്. അവൾ മടിയിലൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ് ബേബീസിനെ. കുഞ്ഞു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവൾ വലിയ ഇത്താത്തമാരെ പോലെ പെരുമാറും കേട്ടോ. അങ്ങനെ ലഞ്ച് കഴിയുമ്പോഴേക്കും പിന്നെ എല്ലാവരും തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവരങ്ങനെ തിരിച്ച് മീനങ്ങാടിക്ക് പോയി. ഞങ്ങളിനി എരുമാടുക്കാണ് പോകുന്നത്. അവിടുന്ന് നാളെ എറണാകുളത്തേക്ക് പോകണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എരുമാട് പോകുന്നതിന് മുമ്പ് ഉമ്മച്ചീൻ്റെ വീട്ടിലൊന്ന് പോകാമെന്ന് കരുതി. ഉമ്മച്ചീൻ്റെ വീട് കല്ലൂരാണ്. അവിടെ ചെന്നപ്പോൾ ഉമ്മച്ചീൻ്റെ അനിയൻ്റെ മോനുണ്ടായിരുന്നേ. അതുകൊണ്ട് മാളൂസ് ഫുൾ ഹാപ്പിയായി കളിക്കാൻ അവനെ കിട്ടിയതുകൊണ്ട്. അവനാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മാളൂസിൻ്റെ കൂടെ കളിക്കാനൊക്കെ. പിന്നെ അവിടെ ഒരു തത്തമ്മ ഉണ്ട് കേട്ടോ. അത് സംസാരിക്കുകയൊക്കെ ചെയ്യും, പേരൊക്കെ വിളിക്കും. അപ്പോൾ മാളൂസ് ചെന്നിട്ട് അതിനെ കണ്ട് കുറേ നേരം അതിൻ്റെ കൂടെ കളിച്ചു. എന്നിട്ട് മാളൂട്ടി കിക്കാറ്റ് കഴിക്കുമ്പോൾ തത്തമ്മയ്ക്കും കിക്കാറ്റ് കൊടുത്ത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന്. അപ്പോഴും മാളൂട്ടി ആദ്യം ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ആടുണ്ടായിരുന്നേ. അപ്പോൾ മാളൂട്ടിക്ക് അതിനെ കാണണമെന്നും പറഞ്ഞിട്ട് അവിടെ പോയി ആടിന് ഇലയൊക്കെ കൊടുത്ത്. അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതാരാ? അപ്പൊ അതാരാ അത് സൈക്കിൾ ഓടിക്കണേ? അത് മാത്രം അറിയാം, മാളൂച്ചിനറിയാം. പിന്നെ ഉമ്മച്ചീൻ്റെ ഉപ്പ വന്നിട്ട് ഞങ്ങൾക്ക് പാഷൻ ഫ്രൂട്ടും ബട്ടർ ഫ്രൂട്ടും പേരക്കയും ഒക്കെ എടുത്ത് തന്ന് കൊണ്ടുപോകാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ അവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. ഞങ്ങളങ്ങനെ എരുമാട് തിരിച്ചെത്തിയ സമയത്ത് ഫുൾ മഞ്ഞൊക്കെ മൂടി നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കരുതി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ ഇവിടെ ഷോപ്പിലുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. ഇത് ഈ ഹൽവാനി സ്വീറ്റ്സ് എന്ന് പറയുന്നതാണ് ഉപ്പച്ചീൻ്റെ അനിയൻ്റെ കട.
ഉപ്പച്ചിക്ക് ബേക്കറീൻ്റെ സെയിലാണ് കേട്ടോ. വയനാട്ടിലും ഉണ്ട്, നീലഗിരിയിലും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആപ്പാപ്പൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് മാളൂസ് എന്തൊക്കെയോ വാങ്ങിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന്. ഉപ്പച്ചീൻ്റെ അനിയന്മാരെ അതുപോലെ അവരുടെ വൈഫിനെയൊക്കെ ആപ്പാപ്പ ആമാമ എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾക്കിത് പുതിയതായിട്ട് കേൾക്കുന്ന പോലെ ഉണ്ടാവും പലർക്കും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആപ്പാപ്പൻ്റെ അടുത്ത് ബൈക്കൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഉപ്പച്ചീൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഉപ്പച്ചി മാളൂസിന് എന്തൊക്കെയോ സർപ്രൈസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു, എഴുതാനും വരയ്ക്കാനൊക്കെ പറ്റി. അതുപോലെ കളർ ചെയ്യാനും ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. എഴുതാനൊക്കെ പറ്റിയ ബുക്ക് എന്ന് പറഞ്ഞത് ഭയങ്കര സ്പെഷ്യലായിരുന്നേ. കാരണം അതിൽ യൂസ് ചെയ്യാനൊരു സെപ്പറേറ്റ് പെന്നുണ്ട്. അതുപോലെ ആ ബുക്കിൽ ഓൾറെഡി എഴുതാനുള്ള ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ ഒരു പ്രിൻറ്റ് ചെയ്ത പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി പഠിക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്കൊക്കെ. അതുപോലെ കുറച്ച് കഴിയുമ്പോൾ ആ എഴുതിയതൊക്കെ തന്നെ മാഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും കുട്ടികൾക്ക് എഴുതി പഠിക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സ് ആയിരുന്നു കേട്ടോ അത്. അതിൽ അതുപോലെ ഷേപ്സ് അതുപോലെ പിക്ചേഴ്സൊക്കെ വരയ്ക്കാനും പറ്റും. അതുപോലെ നമ്പേഴ്സ് ലെറ്റേഴ്സൊക്കെ എഴുതാനുള്ളതും ഉണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ കുറേ കളറിങ് ബുക്സും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ടപ്പോഴത്തേനും മാളൂസ് ഭയങ്കര ഹാപ്പിയായി. അവൾക്കാണെങ്കിൽ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് എന്താണെങ്കിലും. അങ്ങനെ ഞങ്ങൾ ഉപ്പച്ചീനെ കൂട്ടിയിട്ട് ഉപ്പച്ചീൻ്റെ നേരത്തെ കണ്ട അനിയനില്ല, ആ അനിയൻ്റെ വീട്ടിലേക്ക് വന്നു. മാളൂട്ടിയാണെങ്കിൽ കുറേ നേരമായിട്ട് അച്ഛമ്മേമ്മൻ്റെ അവിടെ പോകുന്നില്ലേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എരുമാടുള്ള ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ വീടൊക്കെ. പണ്ടാണെങ്കിൽ ഞങ്ങൾ ബോറടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകലും വരലൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും മാളൂസിന് കളർ അടിക്കാഞ്ഞിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ വേഗം ബുക്കൊക്കെ എടുത്തിട്ട് കളർ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് രാത്രി ആയപ്പോഴേക്കും എനിക്ക് മാളൂസിന് ബോറടിച്ചിട്ട് ഞങ്ങൾ മൈലാഞ്ചി ട്യൂബ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഇട്ട് ചുമ്മാ കയ്യിൽ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിലെ കാര്യങ്ങളൊന്നും എനിക്ക് വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ലഗേജ് പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. നമുക്ക് എറണാകുളത്ത് നിന്ന് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലഞ്ചിൻ്റെ മാത്രം ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് കരുതി. ലഞ്ചിന് ഫിഷ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. നല്ല ആവൂലി കറി ഉണ്ടായിരുന്നു, അയില ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചീൻ്റെ അനിയത്തിയും ഹസ്ബൻഡും കുട്ടികളൊക്കെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ മീറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ എറണാകുളത്തേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ നാടുകാണി ചുരം വഴിയാണ് കേട്ടോ എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വയനാട് വ്ലോഗ് 3 പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനി വീഡിയോസൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, FBയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളിനി പുതിയ വ്ലോഗായിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.